ഹായ്, നമസ്കാരം. PC കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രദീപ് ചെറായി. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സുഖിയനാണ് ഉണ്ടാക്കണത്. സുഖിയൻ എല്ലാവരും ചെറുപയറിലാണ് ഉണ്ടാക്കി കഴിച്ചേക്കണത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് ഇന്ന് സോയാ ചങ്ക്സിലാണ്. അപ്പോൾ അതേ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏകദേശം അതേ ടേസ്റ്റ് തന്നെയായിട്ടാണ് തോന്നിയത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ മുകളിൽ കാണുന്ന ആൾ എന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സോയാ സുഖിയൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് സോയാ ചങ്ക്സ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ആൾറെഡി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ച് അതിനുശേഷം അത് ആറിയതിന് ശേഷം 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്താണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു നാരുമാതിരി കിട്ടും. നമുക്കിതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഡ്രൈ ആക്കണം. നമുക്ക് വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഫ്രഷ് തേങ്ങ ഇട്ട അത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. കരിഞ്ഞു പോകരുത്, ഓവറായിട്ട് ഇതാവരുത്. ഇനി നമുക്ക് 4 ഏലക്കായ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കൂട്ടിയിടാവുന്നതാണ്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഉരുകി ഇതിനകത്തേക്ക് എല്ലാം കൂടി മിക്സ് ആകും. ഇനി നമുക്ക് ഒരു നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ആവിയിൽ വേവിച്ചിട്ട് അത് ഉടച്ച് ഇതിനകത്തേക്ക് ചേർക്കണം. നേന്ത്രപ്പഴം എന്തായാലും ചേർക്കണമുണ്ട്. അത് ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് മധുരക്കിഴങ്ങ് ഇതേപോലെ ആവിയിൽ വേവിച്ച് ചേർക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കുഴച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനുള്ള പാറ്റേൺ റെഡിയാക്കി എടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു ലേശം മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും. ഓവറായി പോകരുത്. ഇനി നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് വെള്ളം കൂടാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത്. അപ്പോൾ നമുക്കിവിടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കണക്ക്. ഓവറായിട്ട് വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. സോയാ ചങ്ക്സും പഴമൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടാറിയതിന് ശേഷം ഞാൻ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളുകളാക്കിയിട്ട് ആദ്യം ബോളുകളാക്കി ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഒരേ ബോള് ഷേപ്പിലെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്കിനി ആ മാവിൽ ഒരേ ബോളുകൾ നന്നായിട്ട് മുക്കി ഇതേപോലെ ഇട്ട് കൊടുക്കാം. എല്ലാവരും നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അത് മാവിൽ നന്നായിട്ട് മുക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും നമുക്കിത്. എന്ന് വെച്ചാൽ ആ മാവിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ വെന്തതാണ്. അപ്പോൾ അതേപോലെ നന്നായിട്ട് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ കളറ് മാറിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് 2 സൈഡും വെന്തതിന് ശേഷം കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇതേപോലെ നമുക്കെല്ലാവരും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കെല്ലാവരും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല മുകളിൽ നല്ല ക്രിപ്സിയാണ്, അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ഗുണവുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, നല്ല ആഹാരം കഴിക്കുക, ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുക. പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സന്തോഷത്തോടെ ഗുഡ് ബൈ.